കട്ടിംഗ് സൗത്ത് പോലെ ഇന്ത്യയെ വെട്ടിമുറിക്കാൻ ശ്രമിച്ച അൻസാറുള്ള ബംഗ്ല ടീം മോഡ്യൂൾ പിടിയിലായിരിക്കുകയാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഭീഷണിയിലാണ് എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചവരാണ് ഇവർ. രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ അംഗങ്ങളെയും കാര്യകർത്താക്കളെയും മറ്റ് ഹിന്ദു സംഘടനകളെയും ലക്ഷ്യമിട്ട് വളരെ വലിയ രീതിയിലുള്ള ഭീകരാക്രമണങ്ങൾ ഇവർ പ്ലാൻ ചെയ്തിരുന്നു എന്നതാണ് മറ്റു ചില വിവരങ്ങൾ. സിലിഗുരി ഇടനാഴിയെ അസ്ഥിരപ്പെടുത്തുക, രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വടക്ക് കിഴക്കൻ ഇന്ത്യയെ വെട്ടിമുറിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഈ സംഘം എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അസം പോലീസ് പശ്ചിമ ബംഗാളിലെയും കേരളത്തിലെയും പോലീസുമായി സഹകരിച്ച് 8 ജിഹാദി ഭീകരരെ പിടികൂടിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. 8 തീവ്രവാദികളെ ചോദ്യം ചെയ്തു. അപ്പോഴാണ് വിലപ്പെട്ട വിവരങ്ങൾ ലഭിച്ചത്. സിലിഗുരി ഇടനാഴിയെ അസ്ഥിരപ്പെടുത്തി രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വടക്ക് കിഴക്കൻ ഇന്ത്യയെ വെട്ടിമുറിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഈ സംഘമെന്നും പോലീസ് കണ്ടെത്തി. ബംഗ്ലാദേശ് ആസ്ഥാനമായുള്ള ജിഹാദി ഭീകര സംഘടനയായ അൻസാറുള്ള ബംഗ്ല ടീമുമായി ABT ബന്ധമുള്ള 8 പേരെ അസം, പശ്ചിമ ബംഗാൾ, കേരളം എന്നിവിടങ്ങളിൽ നിന്ന് പ്രത്യേക ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ പ്രഗത് എന്ന പേരിൽ നടത്തിയ നീക്കത്തിൽ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വടക്ക് കിഴക്കൻ ഇന്ത്യയെ രാജ്യത്തിന്റെ പ്രധാന ഭൂപ്രദേശവുമായി ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ പ്രദേശമാണ് ചിക്കൻ നെക്ക് എന്ന് വിളിക്കുന്ന സിലിഗുരി ഇടനാഴി. ഈ ഇടനാഴി ലക്ഷ്യമിട്ടുള്ള അൻസാറുള്ള ബംഗ്ല ABT സ്ലീപ്പർ സെല്ലിന്റെ സൂത്രധാരൻ കേരളത്തിൽ നിന്ന് അറസ്റ്റിലായ ബംഗ്ലാദേശിൽ നിന്നുള്ള സാദ് റാഡി എന്ന ഷാബ് ഷെയ്ഖ് എന്ന ആളാണ്. നമുക്കറിയാം, കാസർഗോഡ് നിന്ന് കഴിഞ്ഞ ആഴ്ചയാണ് ഇയാൾ പിടികൂടിയത്. ഇയാൾ ഒരു നിർമ്മാണ തൊഴിലാളി എന്ന വ്യാജേന കാസർഗോഡ് ക്വാർട്ടേഴ്സിൽ താമസിക്കുകയായിരുന്നു. അയാൾ പശ്ചിമ ബംഗാൾ സ്വദേശിയാണെന്നുള്ള മട്ടിലാണ് അവിടെ താമസിച്ചിരുന്നത്. ശനിയാഴ്ച പശ്ചിമ ബംഗാൾ STF ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. പിടിയിലായവർ പശ്ചിമ ബംഗാളിൽ പ്രദേശവാസികളെ റിക്രൂട്ട് ചെയ്ത് സ്ലീപ്പർ സെല്ലുകൾ സ്ഥാപിക്കുകയാണ് എന്നും പശ്ചിമ ബംഗാൾ ADGP സുപ്രദീപ് സർക്കാർ പറഞ്ഞു. ഫർഹാൻ എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തിയാണ് സ്ലീപ്പർ സെല്ലിന്റെ തലവനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്ലാമിന്റെ പേരിൽ ആയുധമെടുക്കാനും മത തീവ്രവാദം പ്രചരിപ്പിക്കാനും വേണ്ടിയുള്ള ഖുത്ബാത്തുൽ ഇസ്ലാം എന്ന പുസ്തകം ഇവർ വ്യാപകമായി പ്രചരിപ്പിച്ചു. ബംഗ്ലാദേശിൽ പ്രസിദ്ധീകരിച്ചാണ് ഈ പുസ്തകം. ഇത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഭീഷണിയിലാണ് എന്ന് പറയുകയും അവരുടെ സംരക്ഷണത്തിനായി അക്രമാസക്തമായ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഒന്നാണ്. ഈ പുസ്തകം ഉപയോഗിച്ച് മദ്രസ അധ്യാപകർക്ക് പരിശീലനവും നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ അംഗങ്ങളെയും കാര്യകർത്താക്കളെയും മറ്റ് ഹിന്ദു സംഘടനകളെയും ലക്ഷ്യമിട്ട് ഈ ഭീകര സംഘടന ആക്രമണം നടത്താൻ ശ്രമിച്ചിരുന്നതായും പോലീസ് അറിയിച്ചു. അൻസാറുള്ള ബംഗ്ല ടീമിന്റെ തലവൻ ജാസിമുദ്ദീൻ റഹ്മാനിയുടെ അടുത്ത അനുയായിയായ MD ഫർഹാൻ ഇസ്രാഖിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ മോഡ്യൂൾ പ്രവർത്തിച്ചിരുന്നത്. അൻസാറുള്ള ബംഗ്ല ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ അൽ ഖ്വയ്ദയുടെ ഒരു അഫിലിയേറ്റ് സംഘടനയാണ്. അവരുടെ നിരവധി പ്രവർത്തകർ കഴിഞ്ഞ മാസങ്ങളിൽ അസമിൽ അറസ്റ്റിലായിട്ടുണ്ട്. ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിന് ശേഷം ABT തലവൻ ജാസിമുദ്ദീൻ റഹ്മാനിയെ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. ഇതോടെ ഈ ജിഹാദി തീവ്രവാദ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാവുകയായിരുന്നു. ജാസിമുദ്ദീൻ റഹ്മാനിയുടെ നിർദ്ദേശപ്രകാരം ഓപ്പറേഷൻ തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യാനായി സദ് റാഡി ഇന്ത്യയിലേക്ക് കടന്നു. നവംബറിൽ മൂർഷിദാബാദ് വഴിയാണ് ഇയാൾ ഇന്ത്യയിൽ പ്രവേശിച്ചത്. റാഡി തന്റെ റിക്രൂട്ട്മെന്റ് നീക്കത്തിനിടെ പശ്ചിമ ബംഗാൾ, അസം, കേരളം എന്നിവിടങ്ങൾ സന്ദർശിച്ചതായും പോലീസ് പറയുന്നുണ്ട്. ബംഗ്ലാദേശ് പൗരനായ ഷാബ് ഷെയ്ഖ് ആണ് കാഞ്ഞങ്ങാട് നിന്നും പിടിയിലായത്. ഇവിടെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കൊപ്പം താമസിച്ച് പെയിന്റിംഗ്, കോൺക്രീറ്റ് ജോലികൾ ചെയ്തു വരികയായിരുന്നു ഇയാൾ. അമ്മ ബംഗ്ലാദേശ് പൗരയും പിതാവ് പശ്ചിമ ബംഗാൾ സ്വദേശിയുമാണ് എന്നായിരുന്നു ഇയാളുടെ വാദം. ഫർഹാൻ ഇസ്രാഖ് ബംഗ്ലാദേശിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയായിരുന്നു. ബംഗ്ലാദേശ് സ്വദേശി സഫ്രാഡി കേരളത്തിൽ പിടിയിലായപ്പോൾ ബാക്കിയുള്ളവർ അസമിലും പശ്ചിമ ബംഗാളിലും പിടിയിലായി. തീവ്രവാദികളിൽ മിനറുൽ ഷെയ്ഖ്, MD അബ്ബാസ് അലി, നൂർ ഇസ്ലാം മണ്ഡൽ, അബ്ദുൽ കരീം മണ്ഡൽ, മുജിബുർ റഹ്മാൻ, ഹമീദുൽ ഇസ്ലാം, ഇനാമുൽ ഹോക്ക് എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്. ഈ ശൃംഖല ലക്ഷ്യമിട്ട് പ്രധാന നഗരങ്ങളിൽ ദുബ്രി, ഗ്വാൽപാറ, അസമിലെ ഗുവാഹത്തി, പശ്ചിമ ബംഗാളിലെ മാൾഡ, മുർഷിദാബാദ്, കൊൽക്കത്ത എന്നിവ ഉൾപ്പെടുന്നു. ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഭീകരത പടരുന്നത് തടയാൻ ദൃഢനിശ്ചയത്തോടെ അധികാരികൾ ഓപ്പറേഷൻ പ്രഗത് തുടരുകയാണ്. ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ നമ്മുടെ ഭാരതത്തിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്തുമെന്ന ആശങ്ക തന്നെയാണ് ഈ അറസ്റ്റുകളിലൂടെയും പുറത്തുവരുന്നത്. ഇപ്പോൾ ചോദ്യം ഇതാണ്, ഇവർ എന്താണ് ശരിക്കും ആസൂത്രണം ചെയ്തതെന്ന്. തങ്ങളുടെ പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് അവർ അക്രമപരവും അട്ടിമറിപരവുമായ പ്രവർത്തനങ്ങൾ, കൊലപാതകങ്ങൾ ഇതൊക്കെ ആസൂത്രണം ചെയ്യുകയായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ, സമൂഹം തകർക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ, ഈ പ്രദേശത്തെ അസ്ഥിരപ്പെടുത്താനും അവർ നോക്കുകയായിരുന്നു എന്നാണ് പോലീസ് അധികാരികൾ പറയുന്നത്. എന്തായാലും ABT, AQIS തുടങ്ങിയ തീവ്രവാദ സംഘടനകളിൽ യുവാക്കളെ സ്വാധീനിക്കാനും റിക്രൂട്ട് ചെയ്യാനും ലക്ഷ്യമിട്ടുള്ള തങ്ങളുടെ യോജിച്ച ശ്രമങ്ങളുടെ ഭാഗമായി നൂർ ഇസ്ലാം മണ്ഡലും മസിബുർ റഹ്മാനും പശ്ചിമ ബംഗാളിലെ നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ബംഗാളിലെ മൂർഷിദാബാദിലും ഫലക്കാത്തയിലും നിരവധി യോഗങ്ങൾ നടന്നിരുന്നു. ഇവിടെ നൂർ ഇസ്ലാം മണ്ഡലവും കൂട്ടാളികളും RSSലെയും ഹിന്ദു ഗ്രൂപ്പുകളിലെ അംഗങ്ങളെ ലക്ഷ്യമിട്ട് വിപുലമായ ചർച്ച നടത്തിയതായിട്ടാണ് STF പറയുന്നത്. ഈ യോഗങ്ങളിൽ പ്രമുഖ ഹിന്ദു നേതാക്കളെ വധിക്കാൻ അവർ പദ്ധതികൾ ആവിഷ്കരിച്ചു. എന്തായാലും സാമുദായിക സൗഹാർദ്ദം തകർക്കാനുള്ള ഇവരുടെ ശ്രമത്തെ അതിൻ്റെ ഫലത്തിൽ എത്തിക്കാതിരിക്കാൻ പോലീസിന് സാധിച്ചു എന്നത് തന്നെയാണ് വലിയൊരു നേട്ടം. കാരണം ഭാരതം എല്ലാ അവസരങ്ങളിലും ജാഗ്രതയോടെ നോക്കി ഇരിക്കുകയാണ്. കാരണം ഏത് രീതിയിലാണ് ഭാരതത്തിന് നേരെ ഇത്തരക്കാരുടെ ആക്രമണങ്ങൾ വരുന്നത് എന്നത് ഊഹിക്കാൻ പോലും ആകില്ല. സേന കടുത്ത ജാഗ്രതയിലും നിരീക്ഷണത്തിലും തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയും ഒരാൾക്കും തകർക്കാൻ സാധിക്കുകയില്ല എന്നത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.